والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نسير الجبال فترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. قال الله عز وجل: يحشر الناس يوم القيامة حفاة عراة غرلا. صدق رسول الله. يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. أمة سيدنا محمد. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ കാരണവന്മാരെ, സ്നേഹമുള്ള യുവാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിൽ അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റിയ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസ് സംഘടിപ്പിക്കുകയും ഇതിനെ സഹായിക്കുകയും ഇവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്ത എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ ഈ ക്ലാസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരെയും സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം ക്ലാസുകൾ സുന്നി ഓൺലൈൻ ക്ലാസ് റൂം വിശേഷിച്ചും അതിൻ്റെ അഡ്മിന്മാരും പ്രവർത്തകരും ഡയറക്ടർമാരും എല്ലാവരെയും അല്ലാഹു രണ്ട് ലോകവും വിജയിച്ച മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ആമീൻ. പലരും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആ ചെയ്ത് പിരിയാം. ഈ ഇരുത്തവും ഈ സന്ദർഭങ്ങളുമൊക്കെ നാളെ പരലോകത്ത് മഹ്ശറ വൻസഭയിൽ നമ്മുടെ ദുരിതങ്ങളെ അല്ലാഹു നീക്കി തരുന്ന ഇരുത്തമാക്കി സ്വീകരിക്കുമാറാവട്ടെ. പരലോകം, മഹ്ശർ എന്ന വിഷയം ഇന്നലെ ഞാൻ പരാമർശിച്ച വിഷയങ്ങൾ തന്നെ ആമുഖമായി ഞാൻ പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ അതിൽ ഇനിയും പറയാൻ കിടക്കുകയാണ്. അത്യാവശ്യപ്പെട്ട പലതും വിട്ടുപോയിട്ടുമുണ്ട്. പക്ഷെ എല്ലാം കൂടി പറയുമ്പോൾ തന്നെ അത്യാവശ്യപ്പെട്ട പലതും പറയാൻ വിട്ടുപോയിട്ട് തന്നെ എത്ര സമയം പിടിച്ചു എന്ന് നിങ്ങൾക്ക് ഇന്നലെ അനുഭവമാണല്ലോ. ഖബറിൽ നിന്ന് അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഒരു സന്ദർഭം നാം മദ്രസയിൽ പഠിച്ച കാലത്ത് തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ പുനർജന്മമുണ്ടാകും, മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടും.
ഇങ്ങനെ നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. സത്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് മൂന്നാമത്തെ ഊതുമ്പോഴാണ് മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ ലോകം മുഴുവനും കടപുഴകി പർവ്വതങ്ങളെല്ലാം ചിന്നിച്ചെതറുവാനും ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുവാനും ഈ ലോകത്തിന്റെ എല്ലാ നിലപാടുകളും തെറ്റി സൂര്യനക്ഷത്രാദികളും മുഴുവനും തകിടം മറിഞ്ഞ് ആകപ്പാടെ അന്തരീക്ഷം മലിനമാകുന്ന കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന രംഗമാണ് ഒന്നാമത്തെ ഊത്തിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോഴാണ് മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോൾ പരലോകത്തേക്കുള്ള യാത്ര മൂന്നാമത്തെ ഊത്തിന് ശേഷമാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ കാര്യം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ രണ്ടാമത്തെ ഊത്തോടുകൂടി മരണപ്പെട്ടു പോയി. അസ്രായീൽ മരിച്ചുപോയി. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു മാത്രമേ ബാക്കിയുള്ളൂ. മലക്കുകൾ ഉൾപ്പെടെ മരണപ്പെട്ടു. മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ സൃഷ്ടികളുടെയും റൂഹനെ പിടിച്ചിരുന്ന ജീവികളുടെയും റൂഹനെ പിടിച്ചിരുന്ന അസ്രായീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ സർവ്വ മലക്കുകളും മനുഷ്യന്മാരും ജിന്നുകളും ഭൂതങ്ങളും സർവവും മരണപ്പെട്ടു പോയി. ലോകം മുഴുവനും നശിച്ചുപോയി. അല്ലാഹു മാത്രം ബാക്കിയാണ്. കുറെ കാലം അങ്ങനെ കിടന്നതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സന്ദർഭം ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു ഹയാത്താക്കുന്നു. എന്നിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇസ്രാഫീലെ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോൾ ഈ ലോകം വീണ്ടും പുനർജനിക്കപ്പെടുന്നു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. എവിടെ നിന്നോ ദൂരെ നിന്നൊരു വിളിയാളം വരുമ്പോൾ മിൻ മക്കാനിൻ ബഈദ് യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ബഈദ്, അങ്ങകലെ വളരെ വിദൂരമായ എവിടെ നിന്നോ ഒരു വിളിയാളം. ആ വിളിയാളം കേട്ടുകൊണ്ട് സർവ്വ ജനങ്ങളും നെട്ടിയുണർന്നു. അവരെല്ലാം ഉണർത്തപ്പെട്ടുകൊണ്ട് എവിടെന്നാണോ വിളി കേട്ടത് ആ കേട്ട ഭാഗത്തേക്ക് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെന്നാണ് വിളി കേട്ടത്? എത്രയോ ദൂരെ നിന്ന് എവിടെന്നോ ആണ് കേട്ടത്. ആ കേട്ട ഭാഗത്തേക്ക് ജനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ വഴിയിൽ വെച്ച് പിന്മാറാൻ സാധിക്കുമോ? എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തെമ്മാടികളായ ആളുകളെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകൾ, പണ്ഡിതന്മാർ, ഇവരൊക്കെ പോകുന്ന വിവിധ രംഗങ്ങൾ ഹദീസുകളിലുണ്ട്. തെമ്മാടികളായ ആളുകളെ മുഖം കുത്തിക്കൊണ്ടാണ്, മുഖത്ത് വലിച്ചുകൊണ്ടാണ്, കാല് കുത്തിയിട്ടല്ലേ ഇന്ന് നടക്കുന്നത്. അന്ന് മുഖം കുത്തിക്കൊണ്ടാണ് മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മുഖം കുത്തിയിട്ട് എങ്ങനെയാ നടക്കുക? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കാലുകൊണ്ട് എങ്ങനെയാണോ നടക്കുന്നത്, കാലുകൊണ്ട് നടക്കാൻ കഴിവ് സൃഷ്ടിച്ച അള്ളാഹുവിന്, ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോയിട്ട് രണ്ടാമതും ഹയാത്താക്കിയ അള്ളാഹുവിന്, ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിന് മുഖത്തിന്റെ മുകളിൽ നടത്താനും കഴിയുമല്ലോ. പല ജാതി ആളുകൾ പലവിധ തെറ്റ് ചെയ്തവരാണ്. പലിശ തിന്നവരുണ്ട്, വ്യഭിചാരം ചെയ്തവരുണ്ട്, ഉപദേശങ്ങൾ നൽകുന്നവരുണ്ട്, അതനുസരിച്ച് ജീവിച്ചവരും ജീവിക്കാത്തവരുമുണ്ട്. വിവിധ രൂപങ്ങളിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ വിവിധ രൂപങ്ങളിലാണ് മഹ്ശറയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലിശ തിന്നവരെ കൊണ്ടുപോകുന്ന രംഗം എല്ലാം ഹദീത്തിൽ സുപരിചിതമാണ്, വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം പറയാൻ വിശാലമായി അതിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ അല്ലാഹു തആല മഹ്ശറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തമ്മാടികൾക്ക് അറിയാം എങ്ങോട്ടായി പോകുന്നത്, എന്തിനാ പോകുന്നത്. വഴിയിൽ വെച്ച് പിന്മാറിയാൽ രക്ഷപ്പെടുമോ? ബോംബെയിൽ നിന്നോ മദ്രാസിൽ നിന്നോ ഒരു കള്ളനെ പിടികൂടിയിട്ട്
എറണാകുളം ഹൈക്കോടതിയിലേക്ക് പോലീസുകാർ കൊണ്ടുവരുമ്പോ ട്രെയിനിൽ വെച്ച് ആ കള്ളനതാ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാറുണ്ട്. പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. ഹോട്ടലിൽ കയറുമ്പോഴോ മൂത്രമൊഴിക്കാനോ പോകുമ്പോൾ പോലീസുകാരെ കണ്ണുവെട്ടിച്ച് കള്ളന്മാര് രക്ഷപ്പെടാറുണ്ട്. സാധാരണ ഇതൊക്കെ പത്രങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് എവിടെ നിന്നും ഒളിച്ചോടി പോകാൻ സാധ്യമല്ല. നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാനും സാധ്യമല്ല. ആ മലക്കുകൾ അവനെ തെളിച്ചു കൊണ്ടുപോകുന്നു, കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു, പിന്നിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകുന്നു. സായിഖും വശഹീദ് വമഅഹു സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ റെക്കോർഡുകളെല്ലാം ചുമന്നുകൊണ്ട് ഷഹീദ് മലക്ക് കൂടെയുണ്ട്. ദുനിയാവിൽ നാം ജീവിച്ചപ്പോൾ നമ്മുടെ അമലുകളെല്ലാം രേഖപ്പെടുത്തിയ റഖീബ് അതീദില്ലേ, ആ റഖീബ് അതീദിനെ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സർവ്വകാര്യങ്ങളും എഴുതി വെക്കാൻ. പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നമ്മിൽ നിന്ന് എന്തെല്ലാം നല്ലതും ചീത്തയും സംഭവിച്ചോ അത് മുഴുവനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അതാ നമ്മെ ഹാജരാക്കുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ. മലക്കുകളുടെ ഡ്യൂട്ടി നിർവഹിച്ച് നാം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് വിട്ടുപിരിഞ്ഞു പോവുകയല്ല. നാം മരിച്ച് നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ആ റഖീബ് അതീദ് കാൽ ഭാഗത്തും തലഭാഗത്തും നിൽക്കുകയാണ്. നാം ഈ ദുന്യാവിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മമാണ് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ മലക്കുകളെ വിഷമിപ്പിക്കുന്ന വല്ല പണികളും നാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മലക്കുകൾ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതികൂലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണമായി കക്കൂസിൽ വെച്ച് സംസാരിച്ച മനുഷ്യനാണെന്ന് വെക്ക്. ഒരു ഉദാഹരണം പറയുകയാണ്. സംസാരിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. കക്കൂസിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല. അതിന്റെ മുമ്പാവാം, അതിന്റെ ശേഷമാകാം. പറയാനുള്ളതൊക്കെ ആമുഖമായി പറയാം. രണ്ടുപേരും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരങ്ങളൊന്നും പാടില്ല. ഹറാമാണെന്നല്ല, ഒരാള് സംസാരിച്ചാൽ അവനെ ശിക്ഷിക്കപ്പെടും, അങ്ങനത്തെ ഹറാമാണ് എന്നല്ല. പക്ഷേ ഒരു നല്ല പണിയല്ലത്. എന്താ കാരണം? ഈ രണ്ട് സന്ദർഭങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് നാം നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അല്ലാഹു വെച്ച മലക്കുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു നിൽക്കും. കക്കൂസിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ മലിനമായ സ്ഥലത്തേക്ക് റഖീബ് അതീദ് കടക്കുകയില്ല. അവരിങ്ങോട്ട് പുറകോട്ട് മാറി നിൽക്കും. നാം അതിൽ വെച്ച് സംസാരിക്കുമ്പോ അല്ലാഹു അവരെ എന്തൊരു പണിക്ക് ഏൽപ്പിച്ചുവോ ആ പണി കൃത്യമായി ചെയ്യുന്നതിന് ഒരു തടസ്സവും ഒരു വിഷമവും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മലക്കുകളതാ വിഷമിക്കുകയാണ്. അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചത് ഇവൻ ചെയ്ത സർവ്വ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനല്ലേ? ഞങ്ങൾ അവനെ വിട്ടുനിന്ന സമയത്തല്ലേ അവൻ സംസാരിച്ചത്? കക്കൂസി വെച്ചല്ലേ സംസാരിച്ചത്? അവരുടെ പ്രവർത്തനം സുഗമമായി നടത്താൻ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാം. അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ റഖീബ് അതീദ് ഖബറിന്റെ തലഭാഗത്തും കാൽഭാഗത്തും നിൽക്കും. നമ്മുടെ തലഭാഗത്തും കാൽഭാഗത്തും നിൽക്കും. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാഹുവേ, ഈ മനുഷ്യൻ കക്കൂസിൽ വെച്ച് സംസാരിച്ചവനാണ്, മൂത്രപ്പുരയിൽ വെച്ച് സംസാരിച്ചവനാണ്, ഞങ്ങൾക്കിവൻ പ്രയാസം സൃഷ്ടിച്ചവനാണ്, നീ ഞങ്ങളെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യുന്നതിന് തടസ്സം ചെയ്തവനാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഖിയാമത്ത് നാൾ വരെ ഇവനെ നീ സൂക്ഷിച്ചു കൊണ്ടിരിക്കണേ അല്ലാഹ് എന്ന് റഖീബ് അതീദ് ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തും നാം സംസാരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ ഈ മലക്കുകൾ നമ്മുടെ ഖബറിന്റെ സമീപത്താണ്. ഇത് വിചാരിച്ചുകൊണ്ട്, ഇത് പേടിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് കക്കൂസിനുള്ളിൽ കടന്നാൽ
സംസാരിക്കാതെ മിണ്ടാതെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചു പോരുന്ന പക്ഷം അള്ളാഹുവിന്റെ മലക്കുകൾ ആ ഖബറിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു പ്രയാസവും വരുത്താത്ത മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഖബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്. റഖീബ് ദുആ ചെയ്യും, അതീദ് ആമീൻ പറയും. നേരത്തെ രണ്ടുപേരും ദുആ ചെയ്തതും ആമീൻ പറഞ്ഞതും എന്തിനാണോ അതിന്റെ വിപരീതമാണ്. ഇങ്ങനെ ആ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. രണ്ടാമത് പുനർജന്മത്തിന്റെ കാലത്ത് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് അല്ലാഹു തആലാന്റെ ഈ മലക്കുകൾ അല്ലാഹ് ഏൽപ്പിച്ചതാണല്ലോ നമ്മെ സൃഷ്ടിച്ച്. എന്നാണോ റഖീബ് അതീദിനെ നമ്മുടെ കൂടെ നിശ്ചയിച്ചത്, അന്ന് മുതൽ ഇവർ നമ്മെ പിന്തുടരുകയാണ്. മഹ്ശറയിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് നിർത്തിക്കൊടുക്കുന്നത് വരെ അവർക്ക് സമാധാനമില്ല. എഴുന്നേറ്റു, ഖബറിൽ നിന്ന് എഴുന്നേറ്റു. എവിടെ നിന്നോ കേട്ട ശബ്ദത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വഴിയിൽ വെച്ച് പിന്മാറാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. തെളിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കുണ്ട്, കൂടെ റിക്കാർഡുകൾ ചുമന്നുകൊണ്ട് സായിഖുൻ വശഹീദ് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ട്, അവനെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ട്, കൂടെ റിക്കാർഡുകൾ ചുമന്നുകൊണ്ടിരിക്കുന്ന മറ്റേ മലക്കുമുണ്ട്. ഇവര് രണ്ടുപേരും കൂടി മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ വെച്ച് ദുന്യാവിൽ എന്തെങ്കിലും സങ്കീർണമായ വല്ല പ്രശ്നങ്ങളും നേരിടാൻ പോകുമ്പോൾ പലരെയും നാം സമീപിക്കാറില്ലേ? ഉന്നത തലങ്ങളെ സമീപിക്കാറുണ്ട്. ആ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരാൻ പറ്റുമോ? പോലീസുകാരൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നാളെ SI പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പന്തിയല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ, പോലീസുകാരൻ വന്നിട്ട് നിന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വന്നുകൊള്ളാം, സാർ പൊയ്ക്കോ, പോലീസുകാരനെ വിടും. പിന്നാലെ നാം പോകുന്നതിന് മുമ്പ് പറഞ്ഞ സമയത്ത് SI ചെല്ലാൻ പറഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും. പക്ഷെ എത്തുമ്പോഴേക്ക് ദുനിയാവിൽ വൻകിട മേഖലകളിലേക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വിളിച്ചു പറഞ്ഞിട്ട് എന്നോട് പോലീസ് അങ്ങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നു. അവിടെ ചെന്നാൽ എന്നോട് മയമായി പെരുമാറുകയും എന്നെ രക്ഷപ്പെടുത്തുകയും വേണം, എന്നെ കുടുക്കിക്കളയരുത്. നാം എത്തുമ്പോഴേക്ക് അതാ ഉന്നതങ്ങളിൽ നിന്ന് ഫോൺ വരുന്നു, ദുന്യാവില് രക്ഷപ്പെടാം, പലരെയും സ്വാധീനിക്കാം, പലരെ പിടിച്ചുകൊണ്ട് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാക്കാം. അതേ സമയത്ത് ഇവിടെ അത് നടക്കുമോ? ബാപ്പനെ സമീപിച്ചാൽ ബാപ്പ രക്ഷപ്പെടുത്തി തരുമോ? ബാപ്പ മക്കളെ സമീപിച്ചാൽ മക്കൾ രക്ഷപ്പെടുത്തി കൊടുക്കുമോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരാളും ഒരാളെയും സഹായിക്കുകയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വസാഹിബതിഹി വഅഖീഹി. ഒരു മനുഷ്യൻ അവന്റെ വാപ്പാനെ കാണുമ്പോൾ ഓടി ഒളിക്കും, ഉമ്മാനെ കാണുമ്പോൾ ഓടി ഒളിക്കും, ജ്യേഷ്ഠാനുജന്മാരെ കാണുമ്പോൾ ഓടി ഒളിക്കും. അവരെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്ത പലതും ഇന്ന് പരസ്യമാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത വഷളത്തരം തോന്നുന്നു. അവരെ കാണുന്ന സമയത്ത് ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. മക്കളെ കാണുമ്പോ വാപ്പ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, വാപ്പാനെ കാണുമ്പോ മക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. യൗമ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ബാപ്പ വിചാരിക്കുന്നു, എന്റെ മകനെ കൊടുത്തിട്ട് എനിക്ക് ജാമ്യത്തിന് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ അനുഭവിക്കുന്നതിന് പകരം എന്റെ മകനെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മകൻ ചിന്തിക്കുന്നു, എന്റെ വാപ്പാനെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ കുടുംബങ്ങളെ, എന്റെ സ്നേഹിതന്മാരെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തമ്മാടികൾ ചിന്തിച്ചു പോകും. ആരാണ് സഹായത്തിനുള്ളത്? ദുനിയാവിൽ കൂടെ നടന്ന, തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന, സ്നേഹപൂർവം പെരുമാറി നടന്ന എത്ര സ്നേഹിതന്മാരുണ്ട്. സ്നേഹാധിക്യം കൊണ്ട്
ഒരൊറ്റ കുഴിമാടത്തിൽ മറവ് ചെയ്യണമെന്ന് വസിയത്ത് പത്രം എഴുതി വെച്ചവരുണ്ട്. ഒരു ഭൗതിക കലാലയത്തിന്റെ ക്യാമ്പസിലേക്ക് രാവിലെ കോളേജ് തുറക്കാൻ വേണ്ടി പ്യൂണ് ഗേറ്റ് തുറന്ന് കടന്നു ചെന്നപ്പോൾ കോളേജ് ക്യാമ്പസിൽ കണ്ടത് ചിന്നിച്ചിതറിക്കിടക്കുന്ന 2 മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ആ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പരതി നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടി. ഡയറി പരിശോധിച്ചപ്പോൾ അവസാനമായി അതിൽ എഴുതി വെച്ചത്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എല്ലാവരും അറിഞ്ഞു, ഇനി ജീവിക്കണോ? ഇവര് വിചാരിച്ചത് ആരും അറിയില്ല എന്നാ. ഇവര് തമ്മിലുള്ള സ്നേഹം പുറത്തായി, ആളുകൾ അറിഞ്ഞു. ഒരു വഷളത്തരം. അവരെന്ത് ചെയ്തു? ഡൈനാമിറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് നെഞ്ചിൽ വെച്ച് പരസ്പരം 2 പേരും കൂടി അങ്ങ് മുആനഖത്ത് ചെയ്തു. അത് പൊട്ടിത്തെറിച്ചു. ആണിന്റെയും പെണ്ണിന്റെയും ജീവിതം എന്തെന്ന് രുചിച്ചറിയുന്നതിന് മുൻപ് 2 പേരും ഈ ലോകത്തോട് വിട്ടുപിരിയുന്നു. നെഞ്ചിൽ വെച്ച് അത് 2ഉം പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരങ്ങ് മരിച്ചു. കോളേജ് ക്യാമ്പസിൽ ചിന്നിച്ചെറിയ മൃതശരീരത്തിന്റെ ഇടയിൽ അവർ എഴുതി വെച്ചത്, ഞങ്ങളുടെ 2 പേരുടെയും മൃതശരീരം ഒരൊറ്റ കുഴിമാടത്തിൽ മറവ് ചെയ്യണം. അവരുടെ സ്നേഹമാണത്. ഭൗതിക ലോകത്ത് അവർ സ്നേഹിച്ചതാ നിലക്കാണ്. ഒരൊറ്റ ഖബറിൽ കിടന്നുറങ്ങാൻ വേണ്ടി വസിയത്ത് ചെയ്ത് എഴുതി വെച്ച സ്നേഹിതന്മാരില്ലേ? അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. ഇത്തരം സ്നേഹിതന്മാർ പരലോകത്ത് വരുമ്പോ ശത്രുക്കളാണ്. നീയാണ് എന്നെ പറ്റിച്ചത്, നീയാണ് എന്നെ പിഴപ്പിച്ചത്, നീയാണ് എന്നെ വഞ്ചിച്ചത്, ഞാൻ ഈ വിധത്തിൽ തരം താഴ്ന്നു പോയത് നിന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരുന്നു. നല്ല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ പഠിച്ചു വിശ്വസിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്നേഹിതനായി കിട്ടിയ ഒരാൾ തനിക്ക് എവിടെ നിന്നോ പകർന്നു കിട്ടിയ ബിദ്അത്തിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ മഹാന്മാരെ തരം താഴ്ത്തുന്ന, അമ്പിയാക്കളെ മോശമാക്കുന്ന, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറ്റപ്പെടുത്തുന്ന പൂർവീക കാലമായി മുസ്ലിം സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ നിരാക്ഷേപം ചെയ്തു വന്നിരുന്ന കാര്യം ഒരു സുപ്രഭാതത്തിൽ അത് ശിർക്കും കുഫറുമായി ചിത്രീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നടന്നിരുന്ന ആള് ഇപ്പോൾ അവന് കോളേജിൽ വെച്ചോ ബിസിനസിന്റെ രംഗത്തോ അവൻ കൂട്ടുപിടിച്ച തന്റെ സ്നേഹിതൻ കാരണമായി ആ ബിദ്അത്തിന്റെ വിശ്വാസം തന്റെ ഹൃദയത്തേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വരുന്ന സമയത്ത് അത്തരം സ്നേഹിതന്മാര് പറയുന്നു, അൽഅഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. ബിദ്അത്തുകാരനെ സ്നേഹിതനാക്കി വെച്ചാൽ നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി മാറുമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം സ്നേഹിക്കുന്നതും നാം കൂട്ടുപിടിക്കുന്നതും പരലോകത്ത് ശത്രുക്കളായി മാറുന്നവരെ അല്ല. അപ്പോൾ ദുനിയാവിൽ പലരും ഉണ്ട്, സ്നേഹിതന്മാരുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളെല്ലാം ഉണ്ട്. ഇതൊക്കെ പരലോകത്ത് വരുമ്പോ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ മക്കളെ കൊണ്ട് ഉപകരിക്കുകയില്ല, സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, മക്കളെന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ കഴിയില്ല, മക്കളെ കൊടുത്ത് ജാമ്യത്തിലിറങ്ങാൻ പറ്റില്ല, അതിനൊന്നും പറ്റുകയില്ല. മലക്കുകൾ പിടിച്ച് തെളിച്ചു കൊണ്ടുപോവുക തന്നെയാണ്. പോകുന്ന വഴിക്കൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് തിരിഞ്ഞാലും നടക്കില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനുകോടി ജനങ്ങളെ ഓരോ മനുഷ്യന്റെയും കൂടെ അല്ലാഹു തആല ധാരാളം മലക്കുകളെ വെച്ചിട്ടുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ റഖീബോ അതീദോ മാത്രമല്ല. നമ്മുടെ കൂടെ എത്ര റഖീബുണ്ട്, എത്ര അതീദുണ്ട്? ഒരൊറ്റ അതീദേ ഉള്ളൂ. റഖീബിനെ അല്ലാഹു ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ, നിങ്ങൾ ഈ സദസ്സിൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റഖീബ് അല്ല ഇന്ന് നമ്മുടെ കൂടെയുള്ള റഖീബ്. ഇന്ന് ഉള്ള റഖീബ് അല്ല നാളെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന റഖീബ്.
റഖീബിനെ അല്ലാഹു ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കും. ഇന്നലെ ഉണ്ടായ അതീത് തന്നെയാണ് ഇന്ന്, മിനിയാന്നുണ്ടായിരുന്ന അതേ അതീത് തന്നെയാണ് ഇന്നലെയും ഇന്നുമുള്ളത്, ഇന്നുള്ള അതേ അതീത് തന്നെയാണ് നാളെയുമുള്ളത്. അപ്പോൾ തന്നെ എത്രയെത്ര റഖീബുകൾ മാറും. ഒരു മനുഷ്യന്റെ കൂടെ നന്മ എഴുതാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച റഖീബിനെ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതീത് ഒന്നേ ഉള്ളൂ എന്നാണോ അതീദിനെ നമ്മുടെ കൂടെ വെച്ചത്? ആ അതീത് മഹ്ശറയിൽ കൊണ്ടുപോയി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ ഒരൊറ്റ അതീതാണ് നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. റഖീബാണെങ്കിലോ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ റഖീബ് മുഴുവനുമുണ്ട്. തന്നെയല്ല, നമ്മുടെ കൂടെ ഹഫളത്ത് എന്ന് പറയുന്ന മലക്കുണ്ട്, കിറാമൻ കാത്തിബീൻ എന്ന് പറയുന്ന ഒരു പറ്റം മലക്കുകളുണ്ട്. അതിന്റെ എല്ലാം പുറമെ രാവിലെ ഒരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരും. വൈകുന്നേരം വരെ നാം ചെയ്യുന്ന സർവ പ്രവൃത്തികളും എഴുതി വെക്കും. വൈകുന്നേരം മഗ്രിബായാൽ അവർ തിരിച്ചു പോകും. അപ്പോൾ മഗ്രിബിന് വേറെ ഒരു കൂട്ടർ ഇറങ്ങി വരും. അവര് രാവിലെ വരെ നാം ചെയ്യുന്നത് മുഴുവനും എഴുതി വെക്കും. രാവിലെ ആയാൽ അവർ തിരിച്ചു പോകും. ഇത് റഖീബ് അതീദിന്റെ പുറമെ ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തികൾ മേൽപോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സെറ്റ് മലക്കുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ മലക്കുകളുടെ മുഴുവനും ഡ്യൂട്ടി അവസാനിക്കുന്നത് നമ്മെ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിർത്തിയിട്ട് തീരുമാനമാകുന്നത് വരെ അവർ നമ്മെ വിട്ടുപിരിയുകയില്ല. വഴിയിൽ വെച്ച് പിന്മാറാൻ കഴിയില്ല. അങ്ങനെ സർവ്വജനങ്ങളെയും മഹ്ശറയിൽ കൊണ്ടുപോയി അല്ലാഹു നിശ്ചയിച്ച പ്രത്യേകമായ സ്ഥലത്ത് നിർത്തും. എങ്ങനെയാണ് മഹ്ശറയിൽ നിൽക്കുന്നത്? അല്ലാഹു മഹ്ശറയിലെ ജനങ്ങളെ സൊഫ് സൊഫായിട്ടാ നിർത്തുക. എത്ര സൊഫാണ് മഹ്ശറയിലെ ജനങ്ങളെ അല്ലാഹു നിർത്തുന്നത്? 120 വരിയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വജനങ്ങളെയും അല്ലാഹു മഹ്ശറയിൽ നിർത്തുന്നത് 120 വരിയാണ്. 120 സൊഫ്. ആ 120 സൊഫിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളത് 3 സൊഫ് മാത്രമാണ്. ബാക്കി 117 സൊഫും 117 വരിയും നരകത്തിലേക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ 3 വരിയിൽ അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കയറ്റി തരുമാറാവട്ടെ. ആകെ 3 വരിയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. ബാക്കി 117 വരിയും നരകത്തിലേക്കാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്നും സത്യത്തിനെതിരിലായിരിക്കും. ഖുർആനിൽ സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. യാസീനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഭൂരിപക്ഷം ജനതയും വിശ്വസിക്കുകയില്ല, സത്യത്തിന്റെ മറുവശത്തായിരിക്കും. അത് ഏത് കാലവും അങ്ങനെ തന്നെയാണ്. ഇന്ന് ലോകത്ത് കാനേശുമാരി കണക്കെടുത്ത് നോക്കിയാൽ സത്യപ്രസ്ഥാനത്തിൽ ആള് കുറയും. അഖീദ നന്നായവർ വളരെ കുറച്ചേ ഉണ്ടാവൂ. നാളെ പരലോകത്ത് അവരൊക്കെ നിർത്തിയാൽ 3 വരിയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. അങ്ങനെ മഹ്ശറയിൽ കൊണ്ടുപോയി വരി വരിയായി നിർത്തിക്കഴിഞ്ഞു. നിർത്തിക്കഴിഞ്ഞാൽ വിചാരണ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല. വിചാരണക്കിനി എത്ര കാലം കഴിയണം? ആ നൃത്തം നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു. ആകാശഭൂമികളെ ഇന്ന് കാണുന്ന രൂപം മറിച്ചിരിക്കുന്നു. ഇന്ന് കാണുന്ന മണ്ണ് അല്ല. വൽ അർള വളഅഹാ ലിൽ അനാം. ഇന്ന് കാണുന്ന ഭൂമി മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമായ നിലക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന് മറുപടി പറയാൻ കഴിയാത്ത, ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു വാദം, ഒരു ഗ്രഹം പൊട്ടിത്തെറിച്ച് 9 എണ്ണമായി രൂപാന്തരപ്പെട്ടതാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യൂറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, 9 ഗ്രഹങ്ങൾ. ഒരു സാധനം പൊട്ടിത്തെറിച്ചിട്ടാ 9 എണ്ണം ഉണ്ടായത്. ആ 9 എണ്ണത്തിൽ 8 എണ്ണത്തിനുമില്ലാത്ത ഒരു സ്വഭാവം ഭൂമിക്ക് എങ്ങനെ ഉണ്ടായി?
ഒരു സാധനം പൊട്ടിത്തെറിച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. നമ്മളൊക്കെ സ്കൂൾ പഠിച്ചത് അങ്ങനെയല്ലേ. ഈ 9 ഉണ്ടായിട്ട് ഭൂമിക്ക് മാത്രം എങ്ങനെയാ ജനവാസയോഗ്യമായത്? ഭൂമിക്ക് എന്താ പ്രത്യേകത? എന്ത് മറുപടി പറയും അതിന് ശാസ്ത്രജ്ഞന്മാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമിയെ അല്ലാഹു മനുഷ്യന് ജനവാസയോഗ്യമാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യന്റെ സ്വൈരവിഹാരത്തിന് സൗകര്യപ്പെടുത്തി കൊടുത്തു. ആ ഭൂമിയെ അല്ലാഹു തആല മാറ്റി മറിച്ചു. പരലോകത്ത് വരുമ്പോൾ ഈ ഭൂമി മണ്ണാണോ, പാറയാണോ, മാർബിളാണോ, എന്താണ് പരലോകത്തിന്റെ ഭൂമി? ഖണ്ഡിതമായി ഇന്നതാണെന്ന് തറപ്പിച്ച് ഖുർആനിൽ കാണുന്നില്ല. ഹദീസുകളിലും പെട്ടെന്ന് കണ്ടെത്താൻ സാധ്യമല്ല. പക്ഷെ ചില പണ്ഡിതന്മാർ അനേകം തെളിവുകളും ന്യായങ്ങളും വെച്ച് പറഞ്ഞത്, അങ്ങനെ തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞുകൂടെങ്കിലും ന്യായമായും പല തെളിവുകളെ കൊണ്ടും മനസ്സിലാകുന്നത് മഹ്ശറയിലെ ഭൂമി ലോഹത്തകിടാണ്, ചെമ്പിന്റെ തകിട് പഴുപ്പിച്ചതാണ്. ആ ഭൂമിയിൽ കൊണ്ടുപോയിട്ടാണ് നമ്മെ എല്ലാം അല്ലാഹു തആല നിർത്തുന്നത്. ഇങ്ങനെ ഒരു ലോകം എന്തിന് അല്ലാഹു തആല വെച്ചു? അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് മാത്രമല്ല, അത് വിശ്വസിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഈ ലോകം അവസാനിക്കുമെന്നും പിന്നീടൊരു ലോകം വരാനുണ്ടെന്നും പുനർജന്മമുണ്ട്, മഹ്ശറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന് വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഒരു ഭാഗമാണ്. വിശ്വസിച്ചില്ലെങ്കിൽ മുഅ്മിനാകാൻ സാധ്യമല്ല. എന്തിനാണത് വിശ്വസിക്കുന്നത്? മരണത്തിന് ശേഷം പിന്നെ ഒന്നുമില്ല, മരിക്കലോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് വിശ്വാസമെങ്കിൽ കള്ളുകുടിയന്മാർക്ക് എത്രയും കുടിച്ചൂടെ? കൊലപാതകം നടത്തുന്നവർക്ക് എത്ര ആളെയും വേണമെങ്കിൽ കൊന്നുകൂടെ? വ്യഭിചരിക്കുന്നവർക്ക് എത്ര മനുഷ്യന്മാരെ വേണമെങ്കിലും വ്യഭിചരിച്ചൂടെ? അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്ത് നടക്കുന്നവർക്ക് എന്തും എങ്ങനെയും ജീവിക്കാമല്ലോ, കാരണം മരിച്ചാലൊക്കെ കഴിഞ്ഞല്ലോ. ആളുകളെ കൊല്ലാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, സുഹൃതങ്ങൾ ചെയ്യണം, നമുക്ക് തോന്നിയതും ആഗ്രഹിച്ചതും മുഴുവനും അങ്ങ് ചെയ്തുകൂടാ, നടപ്പാക്കിക്കൂടാ എന്ന് വിചാരിച്ച് കുടുസായിട്ട് വിഷമം സഹിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്കൊന്നും കിട്ടാനില്ല, മരിക്കലോടുകൂടി അതും കഴിഞ്ഞു എന്നാണോ? ഒരിക്കലും സാധ്യമല്ല. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവന് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്ത് അതിന് പറ്റിയ ഒരു നിയമമില്ല. മാത്രമല്ല, ഒരാളെ കൊന്നാൽ, 4 or 5 ആളെ കൊന്നാൽ അയാൾക്ക് ഈ ലോകത്ത് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഒരാളെ കൊന്നതിന് പകരം തന്നെ അയാളെ തിരിച്ചു കൊല്ലുക എന്ന ഒരു നിയമം തന്നെ ഇവിടെ നടപ്പാക്കിയാലും ബാക്കി 4 ആളെ കൊന്നതിന് എന്ത് ചെയ്യാൻ കഴിയും? ഭൗതിക ലോകത്തെ നിയമങ്ങൾ മുഴുവനും അപര്യാപ്തമാണ്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് മതിയായ ശിക്ഷ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, ഭൗതിക ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. മതിയാവുന്ന ശിക്ഷ കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അത് നശിക്കാത്ത ഒരു ലോകത്ത് 100 ആളെ കൊന്നതിനും മതിയാകുവോളം ശിക്ഷ കൊടുക്കുന്ന ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തേക്ക് ശിക്ഷ മാറ്റിവെച്ചാൽ മാത്രമേ പൂർണാർത്ഥത്തിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും എനിക്ക് അങ്ങനത്തെ ഒരു ലോകം വരാനുണ്ടെന്നും അവിടെ എന്നെ ശിക്ഷിക്കുമെന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ കടക്കുമ്പോഴാണ് ഈ ലോകത്ത് സുഹൃതങ്ങൾക്ക് സ്ഥാനമുള്ളത്. അരാജകത്വം നിർമാർജനം ചെയ്യാൻ കഴിയൂ, കൊലപാതകങ്ങളെ തടുക്കാൻ കഴിയൂ, മദ്യപാനത്തെ തടുക്കാൻ കഴിയൂ. ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന്, ആ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ദുനിയാവിൽ ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ കഴിയില്ല. അത് കിട്ടുന്ന ഒരു ലോകമുണ്ടെന്നും മതിയാകുവോളം ശിക്ഷ അവിടെ നിന്ന് കിട്ടുമെന്നും പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല, ആ ലോകത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായാൽ അതുള്ളത് കൊണ്ടല്ലേ നമ്മൾ വ്യഭിചരിക്കാത്തത്, അതുള്ളത് കൊണ്ടല്ലേ കള്ളു കുടിക്കാത്തത്. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടല്ലേ ഒരു വേണ്ടാത്തരത്തിലേക്കും പോകാത്തത്. മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം തുടങ്ങി, പിടിച്ചുപറിക്കൽ തുടങ്ങി വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതെ ജീവിക്കുന്ന സ്വാലിഹീങ്ങൾക്ക് ആ ജീവിതത്തിന് കാരണമായത് ഇതിന്റെ മറുവശത്ത് മറ്റൊരു ലോകം വരാനുണ്ടെന്നും
അവിടെ എന്നെ ശിക്ഷിക്കുമെന്നുള്ള ചിന്തയാണ് ആ തെറ്റായ ജീവിതത്തിലേക്ക് നയിക്കാതെ ഈ ലോകത്ത് നന്മ അല്പമെങ്കിലും നിലനിൽക്കുന്നത്. ഇനി ഇവിടെ ചെയ്തു കൂട്ടിയ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അർഹമായ ശിക്ഷ, ഒരാളെ കൊന്നവന് കൊടുക്കേണ്ട ശിക്ഷ, 10 ആളെ കൊന്നവന് മതിയാകേണ്ട ശിക്ഷ, അത് 100 ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ അർഹതപ്പെട്ട ശിക്ഷ, ആർക്കും ഒരു കുറവും ഇല്ല. അങ്ങനത്തെ ഒരു ശിക്ഷയുടെയും ജസാഇന്റെയും ലോകമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവിടെ വരുമ്പോൾ ആ ആളുകളെ ഇത്രയും ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ മുകളിൽ അല്ലാഹു തആല നിർത്തിയിരിക്കുന്നു. ലോഹത്തകട് പഴുപ്പിച്ച് അതിന്റെ മുകളിൽ നിർത്തിയിരിക്കുന്നു. എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യനെ അല്ലാഹു പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഹത്തൽ ശംസു അലാ റഊസിഹിം, തലക്ക് മുകളിൽ സൂര്യനെ കൊണ്ടുവരുന്നു. ഹത്തൽ മീൽ, ഒരു സുർമക്കോലിന്റെ അത്ര, കണ്ണിൽ സുർമയിടാൻ വേണ്ടി വെച്ച ഒരു കോലില്ലേ, ആ കമ്പിയുടെ അത്ര അടുത്തേക്ക് കൈയൊന്ന് പൊക്കിയാൽ സൂര്യന്മേൽ തട്ടും. ആ നിലക്ക് കൊണ്ടുവരുന്നു. വിയർപ്പിൽ കടന്ന് കടിഞ്ഞാണിടപ്പെട്ടിരിക്കുന്നു. ദോഷത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലിന്റെ ഞെരിയാണി വരെ വിയർപ്പിൽ കിടക്കുന്നവരുണ്ട്, കാൽമുട്ട് വരെ വിയർപ്പിൽ കിടക്കുന്നവരുണ്ട്, അരവരെ നടുവരെ വിയർപ്പിൽ കിടക്കുന്നവരുണ്ട്, മാറുവരെ വിയർപ്പിൽ കിടക്കുന്നവരുണ്ട്, കഴുത്ത് വരെ വിയർപ്പിൽ കിടക്കുന്നവരുണ്ട്. എത്ര കണ്ട് ദോഷമുണ്ടോ അതിനനുസരിച്ച് വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിക്കുകയാണ്. ഇത്ര തീഷ്ണമായ സൂര്യന്റെ ചൂടുകൊണ്ട് തിളച്ചു മറിയുന്ന വെള്ളമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇനി മരിക്കാൻ പോകുന്നില്ല. എന്ത് ശിക്ഷയാണ് റബ്ബ് വെച്ചത് അത് അനുഭവിക്കുക തന്നെ. അവിടെ നമ്മുടെ ശരീരം കരിഞ്ഞു പോകുമല്ലോ, ഉരുകി ഒലിച്ചു പോകുമല്ലോ. മരിച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ദുന്യാവല്ല അത്. അവിടെ ഇനി നശിപ്പില്ല. ആ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അവസാനമില്ല. അതുകൊണ്ട് തന്നെ ആ വിയർപ്പിൽ കിടന്നുകൊണ്ട് അവൻ കഷ്ടപ്പെടുക തന്നെ, വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിക്കുക തന്നെ, ഉരുകി ഒലിച്ചു കൊണ്ടിരിക്കുക തന്നെ. ചെരുപ്പ് ധരിച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ഏത് വിധത്തിലാണോ ആ വിധത്തിൽ തന്നെ അല്ലാഹു തആല പരലോകത്തവനെ ഹാജരാക്കുകയും ചെയ്യും. ഉമ്മ പടച്ചപ്പോൾ വഅരിളൂ അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് ഖുർആനിന്റെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഉമ്മ നമ്മെ പ്രസവിക്കുമ്പോ ചേലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടല്ല, ചെരുപ്പ് ധരിച്ചുകൊണ്ടല്ല, വസ്ത്രം ധരിച്ചുകൊണ്ടല്ല. എല്ലാ ആണിനെയും പെണ്ണിനെയും ഈ വിധത്തിലാണ് മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വാ ഫളിഹതാ യാ റസൂലല്ലാഹ്, വല്ലാത്ത വഷളത്തരം തോന്നുന്നു നബിയേ, ഞങ്ങളുടെ ഔറത്ത് മറ്റുള്ളവർ കാണുകയില്ലേ? ആയിഷ ബീവിന്റെ ചിന്ത അങ്ങനെയാ പോയത്. വസ്ത്രമില്ലെന്ന് പറയുമ്പോ ഔറത്ത് കാണുകയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഔറത്ത് നോക്കുന്ന സമയമല്ലത്. ആരെത്ര സൗന്ദര്യമുള്ള ഔറത്താണെങ്കിലും അവന്റെ ഔറത്തിലേക്ക് നോക്കിയിട്ട് അവന്റെ നഗ്നത നോക്കുന്ന സമയമല്ല. ഒരു മനുഷ്യനും മറ്റൊരാളുടെ ഔറത്ത് നോക്കുകയില്ല. ഓരോ നഫ്സും അവന്റെ സ്വന്തം കാര്യത്തിൽ തന്നെ വേജാറിൽ കടന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന, രക്ഷപ്പെടാൻ എന്ത് മാർഗമുണ്ടെന്ന് ചിന്തിക്കുന്ന ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ മറ്റൊരാളെ ഔറത്ത് നോക്കുകയില്ല ആയിഷ. ഇത് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, എല്ലാ മനുഷ്യന്മാരും വസ്ത്രം ഉരിഞ്ഞുകൊണ്ടല്ല നിൽക്കുന്നത്. ഇബ്രാഹിം, പരലോകത്ത് ജനങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത്, ജനങ്ങളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറിലേക്ക് വരുമ്പോൾ തന്നെ വസ്ത്രം ധരിച്ചുകൊണ്ടാ വരുന്നത്. അതിനുശേഷമുള്ള കഥയെ അവിടെ പറയേണ്ടതുള്ളൂ. അതാണ് അവ്വലുമാ യുക്സാ. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറിലേക്ക് വരുമ്പോൾ തന്നെ വസ്ത്രം ധരിച്ചുകൊണ്ടാ വരുന്നത്. മഹ്ശറിൽ വന്നതിന് ശേഷം വസ്ത്രം ധരിപ്പിക്കുന്നതിൽ ആദ്യത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അള്ളാഹു അവന്റെ അമ്പിയാക്കളെ വസ്ത്രം ധരിപ്പിക്കും. സ്വാലിഹീങ്ങൾക്ക് വസ്ത്രമുണ്ടാകും, ഔലിയാക്കന്മാർക്ക് വസ്ത്രമുണ്ടാകും. എല്ലാവരും ഉടുത്തതും അഴിച്ചിട്ടിട്ടല്ല നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മെഹബൂബീങ്ങളായ ആളുകൾക്ക് അള്ളാഹു വസ്ത്രം ധരിപ്പിക്കും. ആദ്യം ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനുശേഷം പിന്നെയും വസ്ത്രം വിതരണം ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് വരുന്നില്ലേ? അതേ ഹദീത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് വസ്ത്രമുണ്ടാകും, നഗ്നത മറച്ചുകൊണ്ട് നിൽക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും സഹോദരിമാരെയും ഉമ്മമാരെയും വേണ്ടപ്പെട്ടവരെ മുഴുവനും വസ്ത്രം ധരിച്ചു നിൽക്കുന്ന സ്വാലിഹീങ്ങളുടെ അണിയിൽ നിർത്തിത്തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നൃത്തം എത്ര കാലമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കാത്ത നൃത്തമാണ്. കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോഴല്ലേ കൊല്ലം മറിയുക. ദിവസങ്ങൾ മറിയണം, കൊല്ലം മറിയണമെങ്കിൽ ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. അസ്തമിച്ചാൽ രാത്രിയാകുന്നു. ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിവസമാകുന്നു. ഇപ്പോൾ വഅദ് കഴിഞ്ഞു പോയിട്ട് 24 മണിക്കൂറായി. ഇന്നലെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഒരു രാവ് കഴിഞ്ഞു, ഒരു പകലും കഴിഞ്ഞു, ഒരു ദിവസം പിന്നിട്ടു. അങ്ങനെ ദിവസങ്ങൾ പിന്നിടണമെങ്കിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യണ്ടേ? മഹ്ശറിൽ സൂര്യൻ ഉദിക്കുന്നോ അസ്തമിക്കുന്നോ നിന്ന നൃത്തമല്ലേ? പിന്നെ എങ്ങനെ അവിടെ ദിവസം മാറുന്നത്? പരലോകത്തിന്റെ ദിവസത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ ദിവസങ്ങളുടെ എണ്ണം പറയാനും സാധ്യമല്ല. നമുക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടി ദുനിയാവിന്റെ കണക്ക് പറഞ്ഞു തന്നതാണ്. ദുനിയാവിലെ 50,000 കൊല്ലമാണ് മഹ്ശറിലെ ഒരു ദിവസം. ഒരു ദിവസമായി അവിടെ പരിഗണിക്കുന്നത്. അവിടെ രാവ് പകലില്ല, സൂര്യൻ അസ്തമിക്കലോ രാത്രിയാകലോ വൈകുന്നേരമാകുമ്പോ വിചാരണയൊക്കെ നിർത്തിവെച്ച് എല്ലാവരും കടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും വിചാരണ തുടങ്ങും. മിനിഞ്ഞാന്നത്തെ ഫ്ലൈറ്റിന് കുറെ ആളുകൾ ഹജ്ജിന് കയറി, നാളത്തെ ഫ്ലൈറ്റിന് കുറെ ആളുകൾ പോകാനുണ്ട് എന്ന് പറയും പോലെ ഇന്നലത്തെ വിചാരണ പൂർത്തിയായി കുറെ ആളുകൾ സ്വർഗത്ത് പോയി. ഇന്ന് രാത്രി വിശ്രമം കടന്നുറങ്ങുന്നു, നാളെ വിചാരണ നടക്കുന്നു. അങ്ങനെയെല്ലാം രാവില്ല പകലില്ല, ഒരേ നിലപാടാണ്. അങ്ങനെ നിലപാട് വരുമ്പോ അവിടുത്തെ സമയത്തിന്റെ ദൈർഘ്യത്തിന്റെ ഏകദേശം ഒരു രൂപം, ഒരു ഭാവന കിട്ടാൻ വേണ്ടി അല്ലാഹു തആല പറയുന്നു, ദുനിയാവിലെ 50,000 കൊല്ലം കഴിയുമ്പോഴാണ് മഹ്ശറിൽ ഒരു ദിവസം കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അത്രയാണ്. ഇത് എത്ര കാലം നിൽക്കേണ്ടി വരുമെന്ന് ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എത്ര കാലേ നിൽക്കേണ്ടി വരുള്ളൂ. എത്രയാണോ ആ നൃത്തത്തിന്റെ കണക്ക് അല്ലാഹുവിനെ അറിയൂ. നിൽക്കുന്ന നൃത്തത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആദം നബി അലൈഹിസ്സലാം വഫാത്തായി പോയി. വേറെ കുറെ അമ്പിയാക്കന്മാര് വന്നു. നൂഹ് നബി അലൈഹിസ്സലാം വന്നു, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം വന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വന്നു. അള്ളാഹുവിന്റെ റസൂൽ 63 കൊല്ലം ജീവിച്ചു വഫാത്തായി പോയിട്ട് 1400 ചില്ലാനും കൊല്ലം കഴിഞ്ഞു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നിമിഷം വരെ 10,000 കൊല്ലം ആയിട്ടില്ല. ആദം നബി വന്നിട്ട് എത്ര കൊല്ലം? 10,000 കൊല്ലമായിട്ടില്ല. ഈ കാലഘട്ടത്തിനിടയിൽ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സ്ഥിതി? 24 മണിക്കൂർ വെള്ളം കുടിക്കാതെ നിൽക്കാൻ കഴിയുമോ? ഒരാഴ്ച വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുമോ നമുക്ക്? പൊരിഞ്ഞ വെയിലത്ത് നല്ല ചുട്ടുപൊള്ളുന്ന റോഡില് അല്ലെങ്കിൽ പാറയിലോ മാർബിളിന്റെ മുകളിൽ 1 മണിക്കൂർ സമയം നിൽക്കാൻ നമുക്ക് കഴിയുമോ? 10 മണിക്കൂർ വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റുമോ?
50,000 കൊല്ലം ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ ഭക്ഷണമില്ലാതെ നിന്ന നൃത്തത്തിൽ നിൽക്കുമ്പോൾ ചുറ്റുഭാഗത്തും മലക്കുകൾ കൂടിയിട്ടുണ്ട്. സർവ മലക്കുകളെയും അല്ലാഹു ഹാജരാക്കി. ആ മനുഷ്യൻ ചെയ്തിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എന്തോ, നാം ഓരോരുത്തരും ചെയ്ത നന്മകളും തിന്മകളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹാജരാണ്. സർവ അമലുകളും തെറ്റുകളും ഹാജരാണ്. അത് ചെയ്ത സമയം ഹാജരാക്കും, ചെയ്ത സ്ഥലം, ചെയ്ത കാലം, അതിന് സാക്ഷികളായവർ മലക്കുകളുണ്ട്. നാം നന്മയും തിന്മയും ചെയ്തതിന് അംബിയാഇന്റെ പ്രവർത്തനമില്ലേ? ഒരു നബിയുടെ ഉപദേശമല്ലേ നാം നന്നായത്? ആ പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, മലക്കുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്തെല്ലാം തൊണ്ടി സാധനങ്ങൾ അടക്കമുണ്ട്. വിഗ്രഹാരാധനകൾ നടത്തിയവർ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിച്ചവർ ആ വസ്തുക്കളെ ഹാജരാക്കുന്നു, വിഗ്രഹങ്ങളെ ഹാജരാക്കുന്നു, കരിങ്കല്ലുകളെ ഹാജരാക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഹാജരാക്കിയിട്ടുണ്ട്. നിഷേധിക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഈ നൃത്തം അങ്ങനെ നിന്ന് 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 വിഷമിച്ചു നിൽക്കുമ്പോൾ എല്ലാ ജനങ്ങളും കൂടി പറയും, നമുക്കൊന്ന് പോയി നോക്കാം. ആദം നബി അലൈഹിസ്സലാമിനോടൊന്ന് പറഞ്ഞു നോക്കാം. ബഹുമാനപ്പെട്ട ആദം നബിയെ, അങ്ങ് ഞങ്ങളുടെ വാപ്പയല്ലേ? അൻതാബൂനാ വാബുൽ ബശർ, ഞങ്ങളുടെ വാപ്പയാണ്, മനുഷ്യകുലത്തിന്റെ വാപ്പയാണ്. ഈ നിന്ന നൃത്തം എത്ര കാലമായി നിൽക്കാൻ തുടങ്ങിയിട്ട്, വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, ദാഹിച്ച് ദാഹിച്ച് വിയർപ്പൊലിച്ച് ആ വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിച്ച് എത്ര കാലമായി നിൽക്കുന്നു. ചുട്ടുകൊള്ളുന്ന ചെമ്പിന്റെ മുകളിൽ, പഴുത്തു നിൽക്കുന്ന ലോഹത്തകിടിന്റെ മുകളിൽ ചെരുപ്പ് ധരിക്കാതെ നിന്ന് വിഷമിച്ചു പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടത്തേക്ക് വേണമെങ്കിലും ആക്കിക്കോട്ടെ, ഇവിടെ നിൽക്കാൻ വയ്യ, റബ്ബിനോട് ഞങ്ങളെ ഒന്ന് വിചാരണ ചെയ്യാൻ പറയൂ. ആദം നബി അലൈഹിസ്സലാം പറയുന്നു, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ശദീദൻ ലം യഗ്ളബ് മിത്ലഹു ഖബ്ലഹു. എന്റെ റബ്ബ് ഇന്നത്തെ പോലെ മുമ്പൊരിക്കലും എന്നോട് ദേഷ്യം പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വല്ലാത്ത വേജാറിലാണ്, റബ്ബ് വല്ലാത്തൊരു കോപത്തിലാണ്. എനിക്ക് തോന്നുന്നത് അല്ലാഹു എന്നോട് വലിയ ദേഷ്യത്തിലാണെന്നാണ്. പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയല്ലേ, അടുത്ത പ്രവാചകന്റെ അടുക്കൽ പോയിക്കോ. ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ഇവിടുന്ന് സാധാരണ കേട്ടുപരിചയമുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ നബിമാരുടെ അടുക്കലേക്കും വിടും. മൂസാ നബി അലൈഹിസ്സലാമും പറയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഈസാ, എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലും പോകും. എല്ലാവരും ഇതുപോലെ പറയും, നിങ്ങൾ എന്നോട് പറയല്ലേ, എനിക്ക് റബ്ബിനെ സമീപിക്കാൻ സാധ്യമല്ല, എനിക്ക് പേടിയാകുന്നു, റബ്ബ് എന്നോട് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൈമലർത്തുമ്പോൾ അവസാനത്തെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോകും. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകും. ആദ്യം തന്നെ അങ്ങ് പോയാ പോരെ? നമുക്കറിഞ്ഞൂടെ ആദം നബിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ലെന്ന് നമുക്ക് പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അത് സത്യമല്ലേ? സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ ഈ ഹദീസ്. ഇത് സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. എല്ലാ ജനങ്ങളും ആദം നബിന്റെ അടുക്കൽ പോകും, ഫലം കിട്ടൂല മക്കളെ. ഇബ്രാഹിം നബിന്റെ അടുക്കൽ പോകും, ഒരു ഫലം ഉണ്ടാവില്ല. സർവ്വ നബിമാരുടെ അടുക്കലും പോകും, ഒരു ഫലം ഉണ്ടാകില്ല. അവസാനം എന്റെ അടുക്കൽ വരും, അപ്പോഴേ ഫലപ്പെടുകയുള്ളൂ. അഡ്വാൻസ് ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. പരലോകത്ത് ആദ്യം തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ അങ്ങ് പോയാ പോരെ? പോയിട്ട് കാര്യമില്ലെന്ന് നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞു തന്നില്ലേ? പിന്നെ എന്തിനു മറ്റുള്ളവരുടെ അടുക്കൽ പോയി? എന്താണ് ഇതിന്റെ മറുപടി? എല്ലാ അമ്പിയാക്കന്മാരുടെ അടുക്കലേക്കും പോകുന്നത് നമ്മളല്ല പോണത്, ഉമ്മത്ത് മുഹമ്മദിയത്തല്ല പോണത്. ആദം നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ പറയും, നമുക്കൊന്ന് പോയി നോക്കുക, നമ്മുടെ വാപ്പല്ലേ ഇവിടെ. ആ അനുയായികൾ ആദം നബിയെ സമീപിക്കും. ഓരോ അമ്പിയാന്റെ അനുയായികളും അവരവരുടെ പ്രവാചകന്മാരെ സമീപിക്കും. അവസാനം ഉമ്മത്ത് മുഹമ്മദിയത്ത് പറയും, കാര്യമില്ല, ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കാം, തങ്ങളടുക്കൽ പോയി നോക്കാം.
പോകും, കാര്യം നടക്കുകയും ചെയ്യും. നമ്മൾ പോണില്ല, അവരാണ് പോകാൻ ധൃതി കാണിക്കുന്നത്. അവര് പറയുന്നു നമുക്കൊന്ന് പോയി നോക്കാമെന്ന്. അവസാന ഘട്ടത്തിലാണ് നാം പോകുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക്. അനലഹാ, തങ്ങളോട് ചെന്ന് പറയുമ്പോ അതിനർഹതപ്പെട്ടവൻ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് അതിനർഹതപ്പെട്ടത്, ആ പണി ഞാനാണ് ചെയ്യാൻ അർഹതപ്പെട്ടത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പോകുന്നു, റബ്ബിനോട് പറയുന്നു ഈ ഉമ്മത്തിനെ വന്ന് ശഫാഅത്ത്. തങ്ങൾ പോയിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടക്കുന്നു. സുജൂദിലേക്ക് അങ്ങ് വീഴുന്നതോടുകൂടി അല്ലാഹു തആല പറയുന്നു വേറെ ഒരു മറുപടിയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനങ്ങളെയും അല്ലാഹു തആല അവിടെ നടത്തുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ സ്ഥാനം ഉയർത്തി കാണിക്കാനാണ്. നമുക്ക് ബോധ്യപ്പെടണം, എല്ലാ പ്രവാചകന്മാരും കൈയൊഴിച്ചു പോയി നോക്കി അനുഭവപ്പെട്ടില്ലേ? കാര്യം കിട്ടിയത് അഷ്റഫുൽ ഖൽഖിനെ കൊണ്ടല്ലേ? അപ്പോഴല്ലേ അഷ്റഫുൽ ഖൽഖ് ആകൂ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനല്ലേ? അതാണെന്ന് അല്ലാഹു തആല പരലോകത്തും തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ അമ്പിയാക്കന്മാരും കൈയൊഴിച്ചു, അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നമ്മിലേക്ക് തിരിയുന്നതും ശഫാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും. അപ്പോൾ എല്ലാ പ്രവാചകന്മാരെക്കാളും ഉയർന്ന സ്ഥാനം അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, സർവ്വജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ, മറ്റുള്ളവരുടെ അടുക്കലൊക്കെ പോയി വന്നിട്ട് ലാസ്റ്റ് നബി തങ്ങളെ അടുക്കൽ ചെല്ലുന്നത്. ഇത് നേരത്തെ അല്ലാഹു റസൂൽ പറഞ്ഞു തന്ന സ്ഥിതിക്ക് നമുക്ക് നേരത്തെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങ് പോയാൽ മതി. അതിനവിടെ പോകുന്നത് ആദ്യം നമ്മളല്ല, മറ്റുള്ള ടീമുകളെ, മറ്റമ്പിയാവിന്റെ ഉമ്മത്തുകളാണ് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്നു, സുജൂദിൽ ചെന്ന് വീഴുന്നു. അല്ലാഹു പറയുന്നു തല ഉയർത്തും. ഇവിടെ സുജൂദ് കിടക്കേണ്ട സ്ഥലമല്ല, തല ഉയർത്തു. തങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോ, തന്നേക്കാം. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു ഇവരെ ഒന്ന് ശഫാഅത്തിനെടുക്കണം, വിചാരണ ചെയ്യണം, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് അല്ലാഹു തആല വിചാരണക്ക് നീങ്ങുന്നത്. വിചാരണക്ക് തിരിയുമ്പോൾ ആദ്യമായി മഹ്ശറിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? അല്ലാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവഗണിച്ച് തള്ളിയിരിക്കുകയല്ല. നമ്മെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി വിടാനോ ഉള്ള തിരുനോട്ടം നോക്കിയിട്ടില്ല. ഓരോ മനുഷ്യരും തോന്നും അല്ലാഹു ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നെയാണ്. ഈ 50,000 കൊല്ലവും ഞാൻ ചിന്തിക്കുന്നു റബ്ബ് നോക്കുന്നത് എന്നെയാണ്. ഞാൻ എന്താ ചെയ്യണത്? ഞാൻ എങ്ങോട്ടാ തിരിയുന്നത്? അല്ലാഹു ഈ കണ്ട ജനങ്ങളെ ഒന്നും നോക്കുന്നില്ല, എന്നെ മാത്രമാണ് റബ്ബ് നോക്കുന്നത്. എന്നെ എന്തോ ചെയ്യാനാണ് റബ്ബിന്റെ തീരുമാനം എന്ന് ഓരോ മനുഷ്യനും തോന്നത്തക്ക വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരിലേക്കും നോക്കും. അപ്പൊ റബ്ബ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊന്ന് വിചാരണക്കെടുക്കുന്നില്ല, ഇത് പരിഹാരമാക്കുന്നില്ല. ഇവിടെ നബിതങ്ങൾ ഇടപെട്ടു, അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടപ്പോൾ അല്ലാഹു ദാ തീരുമാനം പ്രഖ്യാപിക്കുന്നു, തീരുമാനത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ അനൗൺസ്, മഹ്ശറിൽ കേൾക്കുന്ന ആദ്യത്തെ അനൗൺസ് എന്താണ്? ഈ വഅള് സമാപിക്കുമ്പോ ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നവർ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ധാരാളം ആലിമീങ്ങളുണ്ട്, അനേകം മുതഅല്ലിമീങ്ങളുണ്ട്, അനേകം വയസ്സന്മാരുണ്ട്, അനേകം പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവരൊക്കെ അത് ചെയ്ത്, പ്രത്യേകിച്ചും ഹജ്ജിന് പോകുമ്പോൾ മക്കയിൽ നിന്നൊക്കെ ചെയ്ത് ശീലിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ടാകും. പിന്നെ അത് മുടക്കാതെ അങ്ങ് നിലനിർത്തുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടച്ചവനെ, ആദ്യമായി മഹ്ശറിൽ കേൾക്കുന്ന അനൗൺസ് അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെ? ഇങ്ങോട്ട് വരൂ. ഇതാണ് മഹ്ശറിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം. അള്ളാന്റെ റസൂൽ ശഫാഅത്തിന് വേണ്ടി അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് ശഫാഅത്ത് ചെയ്യുന്നു. ഈ ജനങ്ങളെ രണ്ടാലും ഒരു തീരുമാനമാക്കണേ എന്ന്. ഇതാണ് ആദ്യത്തെ ശഫാഅത്ത്. ഈ ശഫാഅത്ത് ആർക്കെല്ലാം കിട്ടും? അബൂജാഹിലിനും കിട്ടും.
വിചാരണക്കെടുക്കണമെന്നല്ലേ പറയുന്നത്? അതെല്ലാവർക്കും ലഭിക്കും, സർവ്വജനങ്ങൾക്കും ലഭിക്കും. ആ ശഫാഅത്തല്ല നമ്മൾ ചോദിക്കുന്നത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നില്ലേ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅതുഹു മഖാമൻ മഹ്മൂദൻ الذي വഅദതഹു വർസുഖ്നാ ശഫാഅതഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിക്കുന്ന ശഫാഅത്ത് ഇതല്ല. ഇത് ചോദിക്കാതെ തന്നെ കിട്ടും. ഇത് അബൂജഹലിനും കിട്ടും, ഉത്ബത്തിനും വലീദിനും ശൈബത്തിനും കിട്ടും, മറുവശത്ത് മുഅ്മിനീങ്ങൾക്കും കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുന്നത് ഇത് വിചാരണക്കെടുക്കണമെന്നാണ്. നാം ചോദിക്കുന്ന ശഫാഅത്ത് അതല്ല താനും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ള പറയുന്നു, ആദ്യത്തെ അനൗൺസ് തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? ഇങ്ങോട്ട് വരൂ. വഹും ഖലീൽ, കുറച്ച് ആളുകളെ ഉണ്ടാകൂ. അവര് മഹ്ശറയുടെ അപ്പുറത്തുനിന്നും 4 ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ട് കുറഞ്ഞ ആളുകൾ ഒരു സംഘമായിട്ട് ഇങ്ങോട്ട് വരും. അവര് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോ, നിങ്ങളോട് എനിക്ക് ഒന്നും ചോദിക്കാനില്ല. അത്ര പുണ്യമാണ് തഹജ്ജുദ് നിസ്കാരം. ഹിസാബ് കൂടാതെ, മഹ്ശറയിലെ തുടർ നടപടികൾ അറിയാതെ, വിചാരണയെ നേരിടേണ്ടതില്ലാതെ, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഈ ജനങ്ങളെ, ഈ തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണം. മഹ്ശറിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഉപകാരവുമാണത്. എന്താ നിസ്കാരം? ഒന്ന്, ഉറങ്ങിയതിന് ശേഷമുള്ള നിസ്കാരമാണ്. രാത്രി ഉറങ്ങിയതിന് ശേഷമുള്ള നിസ്കാരമാണ്. ഒരാൾ രാത്രി ഉറങ്ങിയില്ലെങ്കിലോ, ഈ വഅദ് സുബഹി വരെ അങ്ങ് തുടർന്നു. കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ. ഉറങ്ങാതെ വഅദ് പറയുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് സുബഹിന്റെ വാങ്ക് അങ്ങ് കേട്ടു, വഅദ് നിർത്തി, തഹജ്ജുദ് ഇല്ല. ഉറങ്ങിയാലേ തഹജ്ജുദുള്ളൂ. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഏറ്റവും നല്ലത് രാത്രി ഒരു 12 മണിക്ക് ശേഷമാകലാണ്. രാത്രി 8 മണിക്ക് ഉറങ്ങി, 9 മണിക്ക് ഉറങ്ങി, 10-11 മണിക്ക് ഉണർന്നു, അയാൾക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഏറ്റവും പുണ്യം ഒരു 12 മണിയെങ്കിലും കഴിയണം. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. കുറച്ചുകൂടി നല്ലത് രാത്രിയുടെ അവസാന ഭാഗത്തേക്കാകലാണ്. ഏറ്റവും ശ്രേഷ്ഠത സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റ് വുളു ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബഹി ബാങ്കിനെ കാത്തിരിക്കുന്ന രംഗമാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ ഏറ്റവും പുണ്യമുള്ള രൂപം. ആ തഹജ്ജുദ് നിസ്കാരം, ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം, നമുക്ക് ഉറക്കം ഉണരാൻ മാർഗമില്ല. ഉണരണമെന്ന് വിചാരിച്ചാ കിടക്കുന്നത്, പക്ഷേ ഉണരുന്നില്ല. എന്തു ചെയ്യാനാണ് ഉസ്താദേ, ഉറക്കം ഉണരുന്നില്ല? എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ വാങ്ങിവെച്ചിട്ടുണ്ട്, എത്ര കാശ് മുടക്കി എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത്രയൊന്നും വിലയില്ലല്ലോ ഒരു ടൈമീസ് വാങ്ങാൻ, ഒരു അലാറം അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന യന്ത്രം വാങ്ങാൻ. അത്രയൊന്നും കാശ് വേണ്ടല്ലോ. മൊബൈൽ ഫോണിൽ അലാറ സൗകര്യങ്ങളില്ലേ? എന്തെല്ലാം സംവിധാനമുള്ള മൊബൈൽ ഉണ്ട്. സുബഹിക്ക് അല്പം മുമ്പ് വിളിച്ചുണർത്താൻ പറ്റിയ ഒരലാറം വെച്ചുകൊണ്ട്, അതിനത് തലന്റെ ചുവട്ടിലാ വെച്ചാൽ തന്നെ ആ കിടക്കുന്നിടത്ത് കിടന്നിട്ട് അതങ്ങ് ഓഫാക്കി പിന്നെയും കിടന്നുറങ്ങും ചെയ്യും. അലാറം വെച്ചിട്ട് എന്താ കാര്യം? കുറച്ച് ദൂരത്ത് വെക്കണം. ശല്യം ചെയ്യുന്ന വിധത്തിലുള്ള ശബ്ദവും വേണം. കിടക്കാൻ സമ്മതിക്കരുത്. അത് പിന്നെയും 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 അടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ദൂരത്തുള്ള ആ ശല്യം തീർക്കാൻ അവിടെ ചെന്നുകൊണ്ട് ഓഫാക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് ഓഫാക്കി തിരിച്ചു വരുമ്പോഴേക്ക് പടച്ചവനെ തഹജ്ജുദിന്റെ സമയമല്ലേ. നാളെ പരലോകത്ത് ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ അമലല്ലേ തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തൊരു നേട്ടമാണ് കിട്ടാനുള്ളത് എന്നാലോചിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും.
അതാലോചിക്കുമ്പോ പിന്നെ കിടന്നുറങ്ങാൻ തോന്നൂല. ഉടനെ തന്നെ ചെന്ന് കണ്ണും മുഖവും കഴുകിയാൽ അവന്റെ ഉറക്കമങ്ങ് പോകും. ഒരു 4 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ശരിക്കും ഉറക്കം പോയി. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ആ പാതിരാവിൽ ഏകാന്ത ഹൃദയത്തോടു കൂടി അല്ലാഹുവിലേക്ക് കൈമലർത്തി പ്രാർത്ഥിക്കാം. ദോഷങ്ങൾ പൊറുക്കാൻ കരയാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല ടൈം ആ സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പാതിരാ സമയത്തിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പാപമോചനം തേടി കരയാൻ നമുക്ക് സാധിക്കണം. ഈ വഅലിന്റെ വിജയം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തഹജ്ജുദ് നിസ്കരിക്കാത്ത വല്ല ആണും പെണ്ണും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വഅല് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നാളെ മഹ്ശറാവൻ സഭയിൽ വിചാരണ കൂടാതെ രക്ഷപ്പെടാൻ പറ്റിയ അമലാകുന്ന തഹജ്ജുദ് നിലനിർത്താൻ ഈ സദസ്സ് നമുക്ക് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി തഹജ്ജുദ് നിസ്കാരം മുടക്കരുത്. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേൽക്ക്. രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയാൽ മതി. എന്നാ ഇതൊന്നൊരു പ്രശ്നവുമില്ല. ഇത് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ്? 12 മണിക്ക് വിളിച്ചു നോക്കിയാലും ആള് ഹയാത്തോടുകൂടി നടക്കുകയാണ്. 1 മണിക്ക് മൊബൈലിൽ നിന്ന് അടിച്ചു നോക്കിയാലും ആള് വളരെ സന്തുഷ്ടനാണ്. 2 മണിക്ക് വിളിച്ചാലും കിടന്നുറങ്ങുന്നത് എപ്പോഴാണ്? 4 മണിക്ക്, 3 മണിക്കോ 4 മണിക്കോ അങ്ങ് കിടന്നുറങ്ങും. കിടന്നുറങ്ങിയിട്ട് ആ മനുഷ്യൻ സുബഹിക്ക് വാങ്ങി കൊടുക്കുന്നത് അറിയില്ല. സുബഹിക്ക് ആ മനുഷ്യൻ എല്ലാവരും നിസ്കരിക്കുമ്പോൾ കൂർക്കം വലിക്കുന്നു. അള്ളാഹിന്റെ മലക്കുകൾ നിസ്കരിക്കുന്നു, അവൻ കൂർക്കം വലിക്കുന്നു. 8 മണിക്ക് ഓഫീസിൽ പോകാനാ ഉണരുന്നത്. ഒരു വാപ്പ ഗൾഫിൽ ചെന്ന് നോക്കിയാൽ തന്റെ മകൻ നാട്ടിൽ നിന്ന് സുബഹിക്ക് എഴുന്നേൽക്കാത്ത മകനതാ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായ ഡ്രസ്സ് മാറി പോകുന്നു. എന്താ എന്റെ മോൻ നന്നായല്ലോ, ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ടാ നേരത്തെ എഴുന്നേറ്റത്. വെള്ളിയാഴ്ച ചെന്ന് നോക്കണം. ഡ്യൂട്ടിക്ക് പോകാനില്ലാത്ത ദിവസം ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടോ? അപ്പൊ ഉണരുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടി ഉണരാൻ നമുക്ക് കഴിയും. ദുനിയാവിന് വേണ്ടി ഉണരാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അല്ലാഹുവിന് വേണ്ടി ഉണർന്ന് എന്റെ പരലോകം രക്ഷപ്പെടുത്താ ഞാനെന്ന് ഉണരട്ടെ, എനിക്ക് സ്വർഗം നിഷേധിക്കുന്ന ഇബ്ലീസിനെ അട്ടിയോടിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സുബഹിക്ക് ഉണരാൻ ഇനിയെങ്കിലും നമ്മൾ ശ്രമിക്കണം. സുബഹിക്ക് കിടന്നുറങ്ങുന്നത് പട്ടിയുടെ സ്വഭാവമാണ്. പട്ടികൾ സുബഹി വരെ റോട്ടുമ്മൽ കാണും. ബസ്സിലും കാറിലും വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാവിലെ വരെ പട്ടികളും നായ്ക്കളും ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കും. സുബഹിന്റെ ബാങ്കിന് അല്പം മുമ്പ് അവരങ്ങ് കിടന്നുറങ്ങും. പട്ടികൾ അങ്ങനെയാ. അതേ സമയത്ത് ആട് അങ്ങനെയല്ല. ആടുകൾ നേരത്തെ കിടന്നുറങ്ങും. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റിട്ട് ആടുകളെ വളർത്തുന്ന കൂട്ടിൽ നിന്ന് പിടപെട ശബ്ദം കേൾക്കും. അവൻ ആ തല കിടന്ന് അടിക്കുന്നത് കൊണ്ട് ആ ചെവികൾ രണ്ടും തമ്മിലടിക്കുന്ന ശബ്ദം കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് തലയൊക്കെ ഒന്ന് കുടഞ്ഞ് ഉറക്കൊക്കെ ശരിക്കൊന്ന് ഉണർന്ന് സുബഹിക്ക് മുമ്പ് കൂടുകളിൽ നിന്ന് ഉണർന്നിട്ട് എഴുന്നേൽക്കുന്ന ജീവിയാണ് ആട്. വളരെ വലിയ ബറക്കത്തുള്ള ജീവിയാ. ആടിന് മേക്കാത്ത അമ്പിയാക്കന്മാരാരുള്ളത്? ബർക്കത്തുള്ള ജീവിയാണ് ആട്. ആടിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണല്ലോ ആടിനെ എല്ലാ അമ്പിയാക്കന്മാരും ആടിനെ മേക്കാൻ പോയല്ലോ. ഒരു ബർക്കത്തുള്ള ജീവി തന്നെയാണ്. അമ്പിയാവിന് മേക്കാൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ജീവി എന്നതുകൊണ്ട് തന്നെ ബർക്കത്തുള്ള ജീവിയാണ്. സുബഹിക്ക് മുമ്പ് ഉണരും. അത് വീട്ടിലുണ്ടായാലും വലിയ ബർക്കത്താ. അതേസമയം പട്ടികളോ തീരെ ഒരു ബർക്കത്തില്. ഇബ്ലീസ് തുപ്പിയതിൽ നിന്ന് പഠിച്ചതല്ലേ. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ അല്ലാഹു തആല പടച്ച് 40 കൊല്ലം ഒരു മണ്ണിന്റെ കൂടായിട്ട് അവിടെ ഇട്ടു. അന്ന് ഇബ്ലീസ് എന്നുള്ള പേര് വന്നിട്ടില്ലല്ലോ. ഈ ചങ്ങാതി മലക്കുകളുടെ ഉസ്താദല്ലേ. മലക്കുകളുടെ ഉസ്താദായ ഇവൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയി വരികയൊക്കെ ചെയ്യുമ്പോ ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഒരു മനുഷ്യൻ കിടക്കും. ഇതാണിപ്പോ അള്ള പടക്കാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പി. ആ തുപ്പിയത് ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് അതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് ആ നായനെ സൃഷ്ടിച്ചത്. അതാണ് ഇത്രയും നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തൊരു കുഴി വന്നത്. അവിടെയാണ് അവൻ തുപ്പിയത്.